LibreOffice ബേസിലെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ഫോമിലേക്ക് പുഷ് ബട്ടൺ എങ്ങനെ ചേർക്കാമെന്ന് പഠിക്കും. അവസാനത്തെ ട്യൂട്ടോറിയലിൽ ഒരു ഫോമിലേക്ക് ലിസ്റ്റ് ബോക്സ് ഫോം കൺട്രോൾ എങ്ങനെ ചേർക്കുമെന്ന് പഠിച്ചു. ഇപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ ഒരു ഫോമിലേക്ക് പുഷ് ബട്ടൺ എങ്ങനെ ചേർക്കാമെന്ന് നമ്മൾ പഠിക്കും. LibreOffice ബേസ് പ്രോഗ്രാം തുറന്നിട്ടില്ല എങ്കിൽ ആദ്യം നമുക്ക് അത് ചെയ്യാം. ലൈബ്രറി ഡാറ്റാബേസ് തുറക്കുക. ഇപ്പോൾ ഡാറ്റാബേസ് എങ്ങനെ തുറക്കാമെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഫയൽ മെനുവിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ലൈബ്രറി ഡാറ്റാബേസ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾ ലൈബ്രറി ഡാറ്റാബേസിൽ ആണ്. നമ്മൾ അവസാനത്തെ ട്യൂട്ടോറിയലിൽ ചെയ്ത ബുക്സ് ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ഫോം നമുക്ക് തുറക്കാം. ഇതിനായി ഇടത് പാനലിലെ ഫോംസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വലത് പാനലിലെ ബുക്സ് ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ഫോമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫോം ഡിസൈൻ വിൻഡോവിൽ ആണ്. ഫോമിലേക്ക് പുഷ് ബട്ടൺസ് ചേർക്കുന്നതിന് മുൻപായി മെമ്പേഴ്സ് നെയിമിലുള്ള രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിനായി ചില വഴികൾ നോക്കാം. ഓർക്കുക, മുൻപത്തെ ട്യൂട്ടോറിയലിൽ രണ്ടാമത്തെ ലിസ്റ്റ് ബോക്സ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു. ആദ്യം മെമ്പർ നെയിം ലേബലിൽ വലതുഭാഗത്തുള്ള ടെക്സ്റ്റ് ബോക്സ് നീക്കം ചെയ്യും. ഈ ടെക്സ്റ്റ് ബോക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിന്നെ കട്ട് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്തു. അടുത്തതായി ഫോം എലിമെന്റ്സിനെ ക്രമീകരിക്കാം. ലിസ്റ്റ് ബോക്സുകളേക്കാൾ ടെക്സ്റ്റ് ബോക്സുകൾക്ക് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളതിനാൽ വീണ്ടും ഫോം എലിമെന്റ്സ് ഫോമിന്റെ താഴേക്ക് പുഷ് ചെയ്യും. എങ്ങനെ ചെയ്യാം എന്ന് ഇവിടെയുണ്ട്. ആദ്യം ബുക്ക് ടൈറ്റിൽ ലേബലിന് താഴെയുള്ള എല്ലാ ഫോം എലിമെന്റ്സും തിരഞ്ഞെടുക്കാം. ഇതിനായി ക്ലിക്ക് ഡ്രാഗ് ഡ്രോപ്പ് മെത്തേഡ് ഉപയോഗിക്കാം. അടുത്തതായി തിരഞ്ഞെടുത്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ലംബമായി ഡ്രോപ്പ് ചെയ്യുക. അതുപോലെ ബുക്ക് ടൈറ്റിൽ ലേബലിന് സമീപമുള്ള ആദ്യത്തെ ടേബിൾ ബോക്സിന് മതിയായ സ്ഥലം കിട്ടും. ഇപ്പോൾ മെമ്പേഴ്സ് നെയിം ലേബലിനും ഇതേ സ്റ്റെപ്പ് ആവർത്തിക്കുക. ഇപ്പോൾ മെമ്പർ നെയിം ലേബലിന് ഇടതുവശത്ത് രണ്ടാമത്തെ ലിസ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അത് വലതുഭാഗത്തേക്ക് നീക്കുക. അങ്ങനെ ബാക്കിയുള്ള ഫോം കൺട്രോൾസ് ആയി അലൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് ഫോമിൽ നമ്മുടെ വർക്ക് സേവ് ചെയ്യാം. കീബോർഡ് ഷോർട്ട്കട്ട് Ctrl+S എന്നിവ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ ഫോമിലേക്ക് പുഷ് ബട്ടൺസ് ചേർക്കുവാൻ തയ്യാറാണ്. പുഷ് ബട്ടൺ ഒരു ഫോം കൺട്രോളിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഓകെ, ക്യാൻസൽ, നെക്സ്റ്റ്, ഫിനിഷ് ബട്ടൺസ് എന്നിവ നമുക്ക് അറിയാം. ഇതാണ് പുഷ് ബട്ടണുകളുടെ ചില ഉദാഹരണങ്ങൾ. ബേസ് ഉപയോഗിച്ച് ഈ പുഷ് ബട്ടണുകൾ നമ്മുടെ ഫോമിലേക്ക് ചേർക്കുകയും ക്ലിക്ക് ചെയ്യുമ്പോൾ ചില സ്പെസിഫിക് ഫംഗ്ഷനുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. സേവ്, അൺഡു, ഡിലീറ്റ് എന്നിവ ചില ഉദാഹരണങ്ങളാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫോമിൽ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ 4 പുഷ് ബട്ടണുകൾ ചേർക്കാം. ഇതിനായി നമുക്ക് ഫോം ഡിസൈൻ വിൻഡോവിലേക്ക് പോകാം. ഫോം കൺട്രോൾസ് ടൂൾബാറിലെ പുഷ് ബട്ടൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കൺ ഓകെ എന്ന ഒരു വാക്ക് കാണിക്കുന്ന ബട്ടൺ പോലെ ആണ്. മൗസ് പോയിന്റർ ഒരു പ്ലസ് ചിഹ്നം പോലെ കാണാം. ഇപ്പോൾ നമുക്ക് മറ്റെല്ലാ എലിമെന്റ്സും ഡ്രാഗ്
ഡ്രോപ്പ് എന്നിവ ചെയ്ത് താഴെ ഇടതുവശത്ത് ആദ്യത്തെ ബട്ടൺ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ വേണ്ട പോലെ റീസൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് മുകളിലെ സ്റ്റെപ്പ് 3 തവണ വീണ്ടും ആവർത്തിക്കാം. ഇപ്പോൾ നമുക്ക് 3 ബട്ടണുകൾ കൂടിയുണ്ട്. എല്ലാം ഒരു തിരശ്ചീനമായി ഒരേ വരിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. നമ്മൾ ഫോമിൽ പുഷ് ബട്ടണുകൾ വരയ്ക്കുന്നു. ഇനി നമുക്ക് അവയുടെ ലേബലുകൾ മാറ്റാം. ഇതിനായി ആദ്യത്തെ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ പ്രോപ്പർട്ടീസ് വിൻഡോ കാണുന്നു. ഇവിടെ ലേബൽ എന്നതിനു നേരെ സേവ് റെക്കോർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫോമിൽ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ലേബലിനു നേരെ അൺഡു ചേഞ്ചസ് എന്ന് ടൈപ്പ് ചെയ്യാം. മൂന്നാമത്തെയും നാലാമത്തെയും ബട്ടണുകൾക്ക് ഡിലീറ്റ് റെക്കോർഡ്, ന്യൂ റെക്കോർഡ് എന്നിങ്ങനെ പേര് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ അവയുടെ ആക്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ഇതിനായി സേവ് റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ആക്ഷൻ ലേബൽ കണ്ടെത്തുന്നതുവരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പിന്നെ സേവ് റെക്കോർഡ്സ് എന്നിവ ക്ലിക്ക് ചെയ്യുക. മറ്റ് 3 ബട്ടണുകൾക്കുള്ള അതേ സ്റ്റെപ്സ് തുടരും. അൺഡു ചേഞ്ചസ് എന്ന ബട്ടണു വേണ്ടി നമ്മൾ അൺഡു ഡാറ്റ എൻട്രി ആക്ഷൻ തിരഞ്ഞെടുക്കും. അൺഡു ചേഞ്ചസ് ബട്ടണിൽ നമ്മൾ അൺഡു ഡാറ്റ എൻട്രി ആക്ഷൻ തിരഞ്ഞെടുക്കും. ന്യൂ റെക്കോർഡ് ബട്ടണിൽ നമ്മൾ ന്യൂ റെക്കോർഡ് ആക്ഷൻ തിരഞ്ഞെടുക്കും. ഇപ്പോൾ നമ്മൾ പുഷ് ബട്ടൺസ് ചേർത്തു. കീബോർഡ് ഷോർട്ട്കട്ട് Ctrl+S ഉപയോഗിച്ച് നമ്മുടെ ഫോം സേവ് ചെയ്യുക. എന്നിട്ട് വിൻഡോ ക്ലോസ് ചെയ്യുക. അടുത്ത ട്യൂട്ടോറിയലിൽ നമ്മൾ 3 ലളിതമായ മോഡിഫിക്കേഷനുകൾ കൂടി ഫോമിലേക്ക് ചേർക്കും. അതിനുശേഷം ഡാറ്റ എൻട്രിക്കും ഡാറ്റ അപ്ഡേറ്റിംഗിനുമായി ഫോം ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഒരു ലൈബ്രറി മെമ്പർ ഒരു ബുക്ക് മടക്കി നൽകുമ്പോൾ ഈ വിവരം ഫോം ഉപയോഗിച്ച് ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഒരു അസൈൻമെന്റ്. നാലാമത്തെ പുഷ് ബട്ടണ് അടുത്ത് അഞ്ചാമത്തേത് ചേർക്കുക. അത് ഉപയോഗിക്കുമ്പോൾ ഒരു ഫോം റിഫ്രഷ് ആകണം. താഴെ കൊടുത്ത വരിയിൽ 4 ചെറിയ പുഷ് ബട്ടണുകൾ ചേർക്കുക. ഈ ബട്ടണുകൾ റെക്കോർഡുകൾ നാവിഗേറ്റ് ചെയ്യുവാൻ നമ്മെ സഹായിക്കും. ലിബ്രിയോഫീസ് ബേസ് ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഒരു ഫോമിൽ പുഷ് ബട്ടൺ ചേർക്കുന്നത് നമ്മൾ പഠിച്ചു. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ പ്രൊജക്റ്റ് താഴെയുള്ള ലിങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.